ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസിലാണ്. നാഷണൽ ഇൻഷുറൻസിൽ ഇപ്പോൾ 274 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, ഈ കോമൺ ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സിന് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അതുപോലെ ഇതിന്റെ അവർ ചോദിക്കുന്ന ഏജ് ലിമിറ്റ്, ഇതിന്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ്, ഇതിന്റെ എക്സാം പാറ്റേൺ, അതായത് പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ, അതിന്റെ സിലബസ് എന്താണ് വരുന്നത് മുതലായ എൻറ്റയർ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലാണ്. നമ്മൾ കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള ഒരു കമ്പനി തന്നെയാണ് നാഷണൽ ഇൻഷുറൻസ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അധിക സിറ്റീസിലും നമ്മുടെ നാട്ടിലൊക്കെ ടൗണിലൊക്കെ കണ്ടുവരുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഈ നാഷണൽ ഇൻഷുറൻസ് എന്നുള്ളത്. 274 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എന്നാണ് ഒരു പോസ്റ്റിന്റെ കോമൺ ആയിട്ടുള്ള പേര് വന്നിട്ടുള്ളത്. ജനറലിസ്റ്റ് കാറ്റഗറിയിലും ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്കെയിൽ 1 ആണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ജാനുവരി 2-ാം തീയതി 2024 തൊട്ട് 22 ജാനുവരി 2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്, മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതിന് 2 എക്സാംസ് ആണ് മെയിൻലി വരുന്നത്. ഒരു പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അതിന്റെ എക്സാം ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവർ നോട്ടിഫൈ ചെയ്യും എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലാണ്. സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിൽ ഡോക്ടേഴ്സിന്റെ 28 വേക്കൻസി വന്നിട്ടുണ്ട്. ലീഗൽ അതായത് അഡ്വക്കേറ്റ്സിന്റെ 20 വേക്കൻസി വന്നിട്ടുണ്ട്. ഫിനാൻസിൽ 30 വേക്കൻസി ഉണ്ട്. ആക്ച്വറിയലിൽ 2 വേക്കൻസി ഉണ്ട്. IT-യിൽ 20 വേക്കൻസി ഉണ്ട്. അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിന് 20 വേക്കൻസി ഉണ്ട്. അതേപോലെ ഹിന്ദി രാജ്ഭാഷ ആ ഒരു കാറ്റഗറിയിൽ 22 ഒഴിവുണ്ട്. 57 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റ്സിനും 33 വേക്കൻസി OBC കാൻഡിഡേറ്റ്സിനും 26 വേക്കൻസി SC കാൻഡിഡേറ്റ്സിനും 12 വേക്കൻസി ST കാൻഡിഡേറ്റ്സിനും 14 വേക്കൻസി EWS കാൻഡിഡേറ്റ്സിനും റിസർവ്ഡ് ആണ്. ഇനി ജനറലിസ്റ്റ് വിഭാഗത്തിൽ 130 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 68 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. 24 വേക്കൻസി OBCക്കും 18 വേക്കൻസി SCക്കും 7 വേക്കൻസി STക്കും 13 വേക്കൻസി EWSനും റിസർവ്ഡ് ആണ് എന്നൊരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ ഭയങ്കര നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് ഇതിൽ വരുന്നത്. കാരണം ഇതിന്റെ ബേസിക് പേ മാത്രം 50,925 വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പോസ്റ്റിംഗ് മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സാലറി ജസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണാം. ടോട്ടൽ ഇംപ്ലിമെന്റ്സ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ₹85,000 പെർ മന്ത്. മാസം നിങ്ങളുടെ സാലറി വരുന്നത് 85,000 പെർ മന്ത് ആണ് നിങ്ങളുടെ സാലറി വരുന്നത്. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ന്യൂ പെൻഷൻ സ്കീമിലൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ആവും. ഗ്രാറ്റുവിറ്റി ഉണ്ടാവും, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഗ്രൂപ്പ് ആൻഡ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കാര്യങ്ങൾ. അങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന അത്യാവശ്യം എല്ലാ അലവൻസസും ആനുകൂല്യങ്ങളും ഈ ഒരു ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഡോക്ടേഴ്സിന് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന പോലെ തന്നെ MBBS ആണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഇനി ലീഗൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ ലോ പഠിച്ചിട്ടുള്ള ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ആണ് ചോദിക്കുന്നത്. ഫിനാൻസിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒന്നല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അതല്ലെങ്കിൽ BCom MCom ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്സ് വേണമെന്ന് മാത്രം. ആക്ച്വറിയലിൽ അവർ ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, അത് സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസിലോ ആണ് ചോദിക്കുന്നത്. IT-യിൽ അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ME MTech അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസിലോ IT-യിലോ MCAയിലോ ആയിരിക്കും, അല്ലെങ്കിൽ MCA മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ BE അഥവാ BTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്.
ജനറലിസ്റ്റ് കാൻഡിഡേറ്റ്സിന് പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷൻ, അത് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി അത്ര മാത്രമാണ് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. അത് 60% മാർക്ക് വേണമെന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇനി SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹിന്ദി രാജ്ഭാഷ ഓഫീസേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ചോദിക്കുന്നത് കേട്ടോ. അത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി സബ്ജക്ട് എന്നാണ് അവർ അതിന് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഏജ് അവർ പറയുന്നത് 21 വയസ്സാണ്. അതേപോലെ മാക്സിമം ഏജ് വരുന്നത് 30 വയസ്സാണ്. ഈ ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ 1/12/2023 അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നൊരു കാര്യം നോട്ട് ചെയ്യുക. ഇനി സംവരണ വിഭാഗത്തിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏജ് റിലാക്സേഷനും ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും, OBC അത് നോൺ ക്രീമി ലെയറിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷവും, ഇനി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് കാൻഡിഡേറ്റ്സിനൊക്കെ 10 വർഷം വരെയും അവിടെ ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാം പാറ്റേൺസ് കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, ബാങ്ക് ടെസ്റ്റ് പോലെ തന്നെ പ്രിലിമിനറി എക്സാം ഉണ്ടാവും, മെയിൻ എക്സാമിനേഷനും ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത്. പ്രിലിമിനറി എക്സാമിനേഷന് 100 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും, അത് കോമൺ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും 30 ചോദ്യങ്ങൾ ഉണ്ടാവും, റീസണിംഗ് എബിലിറ്റിയിൽ നിന്നും 35 ചോദ്യങ്ങൾ ഉണ്ടാവും, 35 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് ബേസിക് മാത്സിൽ നിന്നും 35 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിനുള്ള ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് പ്രിലിംസിന് ഉണ്ടാവുക. ഇനി മെയിൻ ടെസ്റ്റിന് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും, അതേപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 3 hours ഡ്യൂറേഷൻ ആണ് ഉണ്ടാവുക. അത് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 5 സെക്ഷൻ, ഈ കാണുന്ന 5 സെക്ഷനും, അതേപോലെ സ്പെഷ്യലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്തത് ആ ഒരു ട്രേഡിന്റെ അഡീഷണൽ ചോദ്യങ്ങളും കൂടി ഉണ്ടാവും. ആ ഒരു സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തത് ആ ഒരു ട്രേഡിൽ നിന്ന് 50 ചോദ്യങ്ങൾ 50 മാർക്ക് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ മെയിൻലി നിങ്ങളുടെ ഒരു ലാംഗ്വേജ് നോളേജ് ആണ് അവർ ചെക്ക് ചെയ്യുക. ഒരു എസ്സേ എന്തെങ്കിലും എഴുതാൻ പറയും, അതേപോലെ കോംപ്രഹെൻഷൻ ഉണ്ടാവും, അതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC ST PWBD അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 250 രൂപ മതി. അല്ലാത്ത കാൻഡിഡേറ്റ്സിനൊക്കെ 1000 rupees ആണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്, ആ ഒരു ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഇതിന്റെ എക്സാമിനേഷൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിൽ എറണാകുളം എക്സാം സെന്റർ ഉണ്ട്, അതേപോലെ തിരുവനന്തപുരത്ത് എക്സാം സെന്റർ ഉണ്ട്, കോഴിക്കോട് എക്സാം സെന്റർ ഉണ്ട്. ഇത് പ്രിലിംസിന്റെ എക്സാം സെന്റേഴ്സ് ആണ്. അതുപോലെ മെയിൻസിന്റെ എക്സാം സെന്റർ നോക്കുകയാണെങ്കിൽ മെയിൻസിന് കേരളത്തിൽ എക്സാം സെന്റർ മെയിൻലി വരുന്നത് എറണാകുളം അഥവാ കൊച്ചിയിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ സൈസ് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുവഴി സിമ്പിളായിട്ട് ജോയിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ, അത്യാവശ്യം നല്ല സാലറി വരുന്നുണ്ട്. അറൗണ്ട് 85,000 rupees ഒക്കെയാണ് പെർ മന്ത് സാലറി വരുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ആദ്യം എവിടെയാണോ നിങ്ങൾക്ക് ആ ജോലി കിട്ടിയത് അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്യേണ്ടി വരും, ആ ഒരു കാര്യം മാത്രമാണ്. അതിനുശേഷം നാഷണൽ ഇൻഷുറൻസ് നമുക്കറിയാം അത്യാവശ്യം നമ്മുടെ സിറ്റീസിലൊക്കെ കണ്ടുവരുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. സോ ഇൻ ഫ്യൂച്ചർ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ ടൗണിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ നല്ലൊരു അവസരമാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലി, ഇതുപോലുള്ള ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.